അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവപ്പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ഞാൻ ഒരു കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്, ഉലുവ പാൽ. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ നടുവേദന, വയറുവേദന, ഗ്യാസ് ട്രബിൾ, അങ്ങനെ പല പല രോഗങ്ങൾക്കും നല്ല മരുന്നാണ് ഉലുവ. ഉലുവ 250 ഗ്രാം ഉണ്ടാവും. അത് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ വെള്ളത്തിലിട്ടേക്കും. ഇനി ഒരു കപ്പ് തേങ്ങ എടുത്തെടുക്കാം. നാളികേരം തന്നെ നമുക്ക് ചിരവിയതും ഇടാം, അല്ലെങ്കിൽ പാലാക്കി എടുക്കാം. ചെറിയൊരു ചുരുങ്ങിയ റെസിപ്പി മതിയാണ് ഇതിലേക്ക്. ഇതേ ദിവസം ഇതേപോലെ തുടർന്ന് കുടിക്കുകയാണെങ്കിൽ നമ്മളെ വയറിൻ്റെ അസ്വസ്ഥതയും തൈറോയിഡ്, കൊളസ്ട്രോള്, ഷുഗർ അതൊക്കെ കുറയാൻ നല്ല ഒരു മരുന്ന് കൂടിയാണിത്. പിന്നെ അടുത്തത് ഞാൻ വെല്ലാണ് എടുത്തിട്ടുള്ളത്. കരിപ്പെട്ടി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ശർക്കര. ഈ 3 ചേരുവകൾ മാത്രം മതി ഇപ്പോൾ ഇതിന് ആവശ്യമുള്ളത്. ഉലുവ ഞാനിഞ്ഞ് ഒരു ദിവസം ഫുള്ളായിട്ട് കുതിർത്ത് വെക്കാൻ പോവുകയാണ്. ആ കുതിർത്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്നായിട്ട് ഞാൻ കുതിരാൻ വെച്ചതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഒരു ദിവസം പറഞ്ഞാൽ രാവിലെ മുതൽ ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് വേവിച്ചെടുക്കണത്. വെള്ളമൊക്കെ വറ്റി നന്നായി കഴുകി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം വെള്ളത്തിലിട്ട് അടച്ച് വെച്ചതായിരുന്നു. ഇനി ഈ വെള്ളം ഞാൻ വെള്ളത്തോട് തന്നെയാണ് വേവിച്ചെടുക്കണത്, മാറ്റണമൊന്നുമില്ല. ഇതിപ്പോൾ മുള വന്നിട്ടുണ്ട് ഉലുവ. ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കണത് ഒന്നുകൂടി നല്ലതാണ്. അതുകൊണ്ട് ഞാൻ മുളപ്പിച്ചിട്ടാണിത്. ഫുള്ളായിട്ടും മുള വന്നിട്ടുണ്ട്. ഞാനത് ഈ വെള്ളത്തോട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നല്ല തണുപ്പില്ല സമയത്തും മഴയില്ല സമയത്തൊക്കെയാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്. ഉലുവ ചൂടാണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ വെയിൽ ഉള്ള ടൈമിലും ചൂടുള്ള ടൈമിലൊന്നും കഴിക്കാൻ അധികം നല്ലതല്ല എന്ന് പറയുന്നത്. നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ പ്രസവരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഉലുവ നന്നായി കഴിക്കാറുണ്ട്. ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ മീതെ വെള്ളം വെച്ചിട്ട് ഇനി ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മുളച്ചത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മുള കാണുന്നുണ്ടോ? എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. നല്ല മുള വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പയറുവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുകയാണ്. ഇത് ഞാനിഞ്ഞ് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. വേവിച്ചത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാനിത് തുറക്കണത്. ഫുള്ളായിട്ട് സ്റ്റീം പോയിട്ടാണ് ഞാൻ തുറന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇത് ചൂടാറി വന്നതിൻ്റെ ശേഷം വേണം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് ഫുള്ളായിട്ട് ഞാൻ അന്ന് അടിച്ചെടുക്കണില്ല. 2 പേർക്കുള്ളതാണ് ഇപ്പം ഇന്ന് അടിച്ചെടുക്കണുള്ളൂ കാണിക്കണത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നാളികേരം തന്നെ പാല് കട്ടിയോട് കൂടി എടുത്തിട്ടുള്ള പാലാണ്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നാളികേരവും തന്നെ ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഫുള്ള് ഒരു കപ്പ് ഉണ്ടായിരുന്നു, അതിൽ 3/4 കപ്പ് ഞാൻ നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണായതുകൊണ്ടാണ് 5 സ്പൂൺ എടുക്കുന്നത്. ഞാനത് 2 പേർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം അടിച്ചെടുക്കണത്. ഇതിപ്പോൾ ഉലുവയാണെന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രക്കും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. ഒരു കഴിപ്പോ ഒന്നുമില്ല. ഇത്ര മാത്രം ചേർത്തിട്ട് ഞാൻ ശർക്കരയും ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വല്ല കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പിയിൽ പോന്നോളും കരുതിയിട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണുള്ളൂ കേട്ടോ. ഫൈനായിട്ട് അടിച്ചെടുക്കണമൊന്നുമില്ല. പേസ്റ്റാക്കി അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അത്ര ആവശ്യമില്ലല്ലോ കരുതിയിട്ട് ഞാൻ ചെറുതാക്കി ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇത് മുഴുവനായിട്ട്. നമ്മളാളെ എത്ര ആൾക്ക് വേണം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ അത് അടിച്ച് കൊടുന്നു, മിക്സിൻ്റെ ജാറിൽ അടിച്ച് കൊടുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്.
കണ്ടോ, ഈ രൂപത്തിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. നാളികേരപ്പാലും ഒക്കെ കൂട്ടുമ്പോൾ ഒരു കൊഴുപ്പോ ഒന്നുമില്ല ഇങ്ങനെ ആവുമ്പോൾ. ഇനി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ചെറിയ ചെറിയ തരിപ്പുണ്ട്. ആ മുളൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഇതിൽ. അത്രേ ഉള്ളൂ, പറ്റ ഫൈനായിട്ടില്ല എന്നുള്ളൂ. നന്നായി അടിച്ചൊക്കെ ചെയ്തിക്കണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാലും രണ്ടാം പാലൊക്കെ കൂട്ടിയിട്ട് അടിച്ചതാണിത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ സമയം തന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല ഇതിന്. 7 ദിവസം ശരിക്കും നമ്മൾ തുടർച്ചയായിട്ട് കുടിക്കണം. നമ്മളെ കെണിപ്പുകളുടെ വേദനകളൊക്കെ വിട്ടുപോകും ഇത് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ കർക്കിടകമാണല്ലോ, നല്ല തണുത്ത സമയമാണ്, ഇപ്പോൾ കുടിക്കാൻ പറ്റുന്ന ഒരു ടൈമുമാണ്. ഇത് ഞാനൊരു ഗ്ലാസ് ഇപ്പം തന്നെ കുടിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് കൊണ്ട് കുടിച്ചിട്ട്. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് 2 ഗ്ലാസ് ഞാൻ കുടിക്കണത്. ഒരു കഴിപ്പ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു ഗ്ലാസ് കുടിക്കുകയാണ്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കണമായിരിക്കാണ് ഇത്. അത്രക്കും നല്ല ടേസ്റ്റാണ്. ശർക്കര വേണ്ടവർക്ക് വേണ്ടാത്തവർക്കും അവോയ്ഡ് ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.